യഥാർത്ഥത്തിൽ മരിക്കും എന്ന് നമുക്കറിയുമെങ്കിലും മരണം ഒരു യാഥാർത്ഥ്യമാണെന്നൊരു വ്യക്തി സമ്മതിക്കുന്ന നിമിഷം എപ്പോഴാണെന്ന് ചോദിച്ചാൽ മരണത്തിൻ്റെ അനുഭവങ്ങൾ ആരംഭിക്കുമ്പോൾ മാത്രമാണ്. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്, മരണത്തിൻ്റെ ലഹരി യാഥാർത്ഥ്യവും കൊണ്ട് വരുമ്പോൾ എന്നാണ്. മരണത്തിൻ്റെ ലഹരി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന യാഥാർത്ഥ്യം, മരിക്കും, ഞാൻ മരിക്കുകയാണ് എന്ന ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മെക്കുറിച്ച് ഒരു പുനർവിചിന്തനം നടത്തും. ഇവിടെ നമ്മൾ കേട്ടതുപോലെ സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പുറത്ത് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ ആരും കാണാത്ത ഒരകം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്തുമാത്രം സംഘർഷങ്ങളും എന്തുമാത്രം മനപ്രയാസങ്ങളും മനോവേദനകളും അനുഭവിക്കുന്നുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വളരെ നിഷ്കളങ്കതയോടുകൂടെ വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല ഭക്ഷണം ഒരുക്കി ആഴ്ചകളോളം നമ്മുടെ കൂടെ സഹവസിക്കാൻ കഴിയാത്തതിൻ്റെ ദുഃഖം തീർക്കാൻ നമ്മളെ കാത്തിരിക്കുന്ന ആ നിഷ്കളങ്കയായ ഉമ്മയെ വഞ്ചിച്ചുകൊണ്ടാണ് അടുത്ത ബെഡ്റൂമിൽ നിന്നുകൊണ്ട് പലരും ഫോൺ ചെയ്യുന്നത് ക്യാമ്പസിലേക്കും ക്യാമ്പസുള്ള മറ്റു പലർക്കും. ഇറങ്ങിപ്പോകുമ്പോൾ അധ്വാനിച്ച നല്ലൊരു സമ്പത്ത് ബാങ്കിലിട്ട് ATM കാർഡ് കയ്യിൽ തന്ന് മകനെ വിശ്വസിച്ചുകൊണ്ട് നീ പൊയ്ക്കൊള്ളൂ, നിനക്ക് ആവശ്യമുള്ള കാശ് പിൻവലിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ക്യാമ്പസിലേക്ക് പറഞ്ഞയക്കുന്ന നിഷ്കളങ്കനായ ഒരു പിതാവിനെയാണ് ഉള്ളിൽ മറ്റൊരു ജീവിതം കാപഢ്യത്തോടുകൂടെ കാത്തു സൂക്ഷിക്കാൻ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാനസിക സംഘർഷങ്ങളിൽ നിന്ന് അകവും പുറവും ഒന്നായി ഒരു പുതിയ മനുഷ്യനായി മാറാൻ ഒരുപക്ഷേ ഈ എണ്ണപ്പെട്ട മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് പറ്റിയേക്കാം. നമ്മളെല്ലാവരിലും മാറിയവരുണ്ട്, മാറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരളവിൽ ജീവിതത്തിലൊരു മാറ്റമുണ്ടാക്കാൻ ഈ പ്രോഫ്കോണിലെ ഈ സെക്കൻഡുകൾക്കും ഈ നിമിഷങ്ങൾക്കും പറ്റിയാൽ അതു തന്നെയാണ് നമ്മുടെ ഈ ഒരു വലിയ സംഗമത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. നമ്മുടെ ബുദ്ധിമുട്ടി വിഷമിച്ച് ഇടങ്ങേറായി ഒന്നും ഇത് ഉൾക്കൊള്ളേണ്ട ഒരു ആവശ്യമില്ല. ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ആസ്വാദനം. എല്ലാം ആസ്വദിക്കണം എന്നാണ് മനുഷ്യൻ്റെ ആഗ്രഹം. ഞാൻ ആലോചിച്ച് നോക്കുന്നു, വലിയ പണം കൊടുത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇന്ന് രാത്രി 11 മണിക്കും 12 മണിക്കൊക്കെ പ്രവർത്തിക്കുന്ന റോഡ് സൈഡിലെ ഹോട്ടലുകളിൽ കയറി ഭക്ഷണം കാത്തു നിൽക്കുന്നവൻ ഒരു ടേബിൾ ഒഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ. നമ്മൾ അനുഭവിച്ച രുചി, നമ്മൾ അനുഭവിച്ച ആസ്വാദനം മാറി മാറി അനുഭവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ആ ഒന്നിൻ്റെ രുചി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതറിയാനും അത് ലഭിക്കാനുമുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. എന്നാൽ ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുന്നു സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദീനുണ്ടല്ലോ, നമ്മൾ ഇന്ന് ഈ പള്ളിയിൽ പോയി നമസ്കാരം, നമ്മൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തിന്മകൾ, ഇതിലൊരു പൂർണ്ണ മുസ്ലിം ആകുമ്പോൾ ആ ഇസ്ലാമിക ജീവിതത്തിന് ഒരു വലിയ ആസ്വാദനമുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. ഒരു ചെറിയ ഒരു പക്ഷേ നിങ്ങളും വായിച്ചിട്ടുണ്ടായിരിക്കും, വാട്സപ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓടിച്ചു പോയപ്പോൾ കണ്ട ഒരു കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞു, നമ്മുടെ നാവ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ വായ അനുഭവിക്കുന്ന ഈ ഭക്ഷണത്തിനൊക്കെയുള്ള രുചിയേക്കാളും വലിയ ആസ്വാദനങ്ങൾ ആസ്വദിക്കാൻ നമ്മുടെ ഹൃദയങ്ങൾക്ക് പറ്റും. സംശുദ്ധമായ ഒരു മനസ്സിൻ്റെ ആസ്വാദനത്തിൻ്റെ ശക്തിയും വിശാലതയും വാക്കുകളെ കൊണ്ട് പറയാനാവാത്തതാണ്. ഒരു